ഷാലോം. 91 സങ്കീർത്തനത്തിനെ കുറിച്ച് നമ്മൾ 3 ദിവസമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇത് ഭാഗം 4 കേട്ടോ. 3 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ, ഒരുപാട് പേര് കണ്ടു, കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണേ. അപ്പോൾ അതിൻ്റെ ആ കൺക്ലൂഷനിൽ നമുക്ക് വലിയ സന്തോഷത്തോടെ ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ഇതിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. 91 സങ്കീർത്തനം വലിയ സാധ്യതകളാണ്, മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമ്മൾ പറയുന്നു ഏൽ ഏലിയോൺ, ദൈവം അത്യുന്നതൻ, വെറും ഉന്നതനല്ല, അത്യുന്നതൻ. പിന്നെ രണ്ടാമത്തെ വാക്യത്തിൽ ആദ്യത്തെ സെന്റൻസിന്റെ തന്നെ രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ പറയുന്നു അവൻ സർവശക്തനാണ്, സർവശക്തന്റെ തണലിൽ, സർവശക്തനാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന വാക്കും അത് തന്നെയാണ്, സർവശക്തൻ, ഓൾമൈറ്റി ഗോഡ്. ഐ ബിലീവ് ഇൻ ഗോഡ് ഓൾമൈറ്റി, ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഈ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ താഴേക്കുള്ള വാക്യങ്ങൾ മുഴുവൻ പറയുന്നത്. നമ്മൾ കണ്ടു, ലോകത്തിലെ ഒരു ഗവൺമെന്റിനും നൽകാൻ പറ്റാത്ത സംരക്ഷണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പല ഗവൺമെന്റുകളും പകച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? ആരോഗ്യമേഖല പലപ്പോഴും എല്ലാ പാൻഡമിക് ഒക്കെ വരുന്ന സമയത്ത് അവർ അസ്വസ്ഥരായിട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ ആരോഗ്യമേഖല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പകച്ചു നിന്നു. മരുന്നെന്നും പറഞ്ഞ് അവർ കണ്ടെത്തിയ കൊറോണ വാക്സിൻ, അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇന്ന് ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മുടെ പണം വളരെ സെക്യൂർ എന്ന് കരുതിയിരുന്ന നമ്മുടെ പല പണമിടപാടുകളും എപ്പോഴാ തകരുന്നത് നമുക്കറിയത്തില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് ഇട്ടിരിക്കുന്നത് സെക്യൂർ ആണെന്ന് കരുതുന്ന ബാങ്ക് ബാലൻസ് പോലും നാളെ ഒരു ആവശ്യത്തിന് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഇന്റർനെറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പണം എടുക്കാനായിട്ട് നമുക്ക് ചിലപ്പം ആഴ്ചകളോ മാസങ്ങളോ, അങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായി, അല്ലേ? അപ്പോൾ ഒന്നും സെക്യൂർ അല്ല. നമ്മുടെ വീട് സെക്യൂർ അല്ല, നമ്മുടെ വാഹനം സേഫ് അല്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളോ അവർ താമസിക്കുന്ന ഹോസ്റ്റലോ നമ്മൾ താമസിക്കുന്ന ഇടവോ ഒന്നും സെക്യൂർ അല്ല. കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മൾ കണ്ടു, കാട്ടുതീ, വലിയ വൻ പട്ടണങ്ങൾ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള, എല്ലാ സൗകര്യങ്ങളും ഉള്ള വൻ പട്ടണങ്ങൾ ഒരു രാത്രി കൊണ്ട് തന്നെ ഒരുപിടി ചാമ്പലായിട്ട് മാറുന്ന, എല്ലാവരും നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ, അല്ലെ? ടെറിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, അല്ലെ? ടെക്നോളജി ഇല്ലാഞ്ഞിട്ട് വല്ലതും ആണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കും വരുന്ന ഫോൺ കോൾസ് സുരക്ഷിതമാണോ? ഇല്ല, അതിലും ചതിക്കുഴികളുണ്ട്. സ്നേഹബന്ധങ്ങൾ സുരക്ഷിതമാണോ? അതിലും ചതിക്കുഴികളുണ്ട്. ഇവിടെയാണ് മനുഷ്യൻ തരുന്ന സെക്യൂരിറ്റീസിനെ ഒന്നും നമുക്ക് ആശ്രയിക്കുന്നതിന് പരിധിയോ പരിമിതിയോ അല്ലെങ്കിൽ ചതിക്കുഴികളോ ഉള്ളപ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ നിന്നൊരു ഒരു സന്ദേശം, ഒരു സമ്മാനം നമുക്ക് തരികയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. അതാണ് 91 സങ്കീർത്തനം എന്ന് പറയുന്ന ഡിവൈൻ പാക്കേജ്. ഈ പാക്കേജിലെ ആദ്യം തുറക്കാനുള്ള താക്കോലുകൾ നമ്മൾ കണ്ടു. ആദ്യത്തെ 2 വാക്യങ്ങൾ അത് തുറക്കാനുള്ള താക്കോലാണ്. താക്കോല് കയ്യിൽ വെച്ചിട്ട് നമ്മൾ തുറക്കാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ പുറമേയുള്ള സന്തോഷം നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ സന്തോഷത്തെ തുറന്ന ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ പിന്നെ പുറമേയുള്ള ജഡിക സന്തോഷങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പുറമേ നിന്നിട്ട് ഇത് ചൊല്ലി ഇതിന്റെ സന്തോഷം അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി സ്വന്തമാക്കാമെന്നുള്ള വ്യാമോഹത്തിലാണ്. വഞ്ചിക്കപ്പെടല്ലേ, നിധി നഷ്ടമാക്കല്ലേ. ഈ നിധി തുറക്കാനുള്ള താക്കോൽ ഉപയോഗിച്ചാലേ ഇത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കിട്ടാനായിട്ട്, ഇതിന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. 3-ാം വചനത്തിൽ പറയുന്നു വേടന്റെ കെണി. പക്ഷി വേടന് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. പക്ഷികള് വേടന് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. പക്ഷെ ആഹാരത്തിൽ ആകൃഷ്ടരായി പാവം പക്ഷി വേടന്റെ കെണിയെ കണ്ടില്ല, അവൻ വന്നിട്ട് ആ കെണിയേൽ വീഴുക, അല്ലെ? അവിടെ കർത്താവ് പറയാണ്, പക്ഷി പറക്കുന്നതിനെക്കാട്ടിലും ഉയരത്തിലാണ് എൻ്റെ ദൈവം. ആ ദൈവം ഈ കെണിയിൽ വീഴാതിരിക്കാൻ, അതൊരു മെറ്റഫറാണ്, ഒരു ഉപമയാണ്, എങ്കിലും അതിൽ വീഴാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷിയെ കാക്കുന്നത് പോലെ ദൈവം എന്നെ കാക്കുമെന്ന്. ആ കെണിയിൽ നിന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള എപ്പിഡമിക്സിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും സംരക്ഷണം. 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും കോഴി തൻ്റെ കുഞ്ഞിനെ കഴുകന്റെ ഉപദ്രവത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ കോഴി രക്ഷിക്കുന്നത് പോലെ ചിറകിനടിയിൽ മറയ്ക്കുന്ന ഒരു സ്നേഹം. 5-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അവിടെ കെണി വരുന്നത് രാത്രിയിലോ പകലോ നമ്മളത് നല്ലോണം കണ്ടു, വിശദമായിട്ട് കണ്ടു. മുൻ ദിവസങ്ങളിലെ ചിന്തകൾ ഒന്നെടുത്ത് നോക്കണേ. ഇതൊന്നും നിന്നെ തൊടാൻ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, നിന്നെ താറടിക്കാൻ വീഴ്ത്താൻ ഒരുക്കിയ ശത്രുവിന്റെ പ്രതിഫലം നിന്റെ തലമുറ കാണുമെന്നല്ല,
നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുമെന്നാണ് അവിടെ ഉറപ്പ് പറയുന്നത്. 9, 10, 11, 12 വാക്യങ്ങളിൽ ദൈവപരിപാലനത്തിന്റെ സ്നേഹത്തോടെ ദൈവം ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു. 13-ാം വാക്യത്തിൽ സിംഹത്തിന്റെയും അണലിയുടെയും കാര്യം പറയുന്നു. സിംഹം വരുന്നത് അലർച്ചയോടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും, പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടാനെങ്കിലും സാധിക്കും. പക്ഷെ അവിടെയും ഒരു ചതി അല്ലെങ്കിൽ ഒരു കെണി അവിടെയുണ്ട്. അണലി അത് കണക്ക് തന്നെ, പക്ഷെ പതുങ്ങി കിടന്നിട്ട് ആരും കാണാത്ത ഇടത്ത് ചിലപ്പം ഒരു മറയത്ത് നിന്നായിരിക്കും നമ്മളെ കൊത്തുന്നത്. ഈ രണ്ടിൽ നിന്നും സംരക്ഷിക്കാനായിട്ടും അതിൻ്റെ മേലെ ചവിട്ടി നടക്കാനുള്ള അധികാരവും തരുന്ന വചനമാണ് ആ വചനം. 14-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഷെയറിങ്ങിൽ കണ്ടു. 16-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. തുടങ്ങിയപ്പോൾ താക്കോല് കാണിച്ചിട്ട് ഒരു ഇൻവിറ്റേഷനാണ് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. അവസാനിക്കുമ്പോഴും ഒരു ഇൻവിറ്റേഷനാണ്. ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ ഇൻവിറ്റേഷൻ. രക്ഷ കാണിച്ചു കൊടുത്തു. ഇനി ഈ രക്ഷ അനുഭവിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം വേണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് ഈസ് യുവേഴ്സ്. അതാണ് ദൈവത്തിൻ്റെ ആ ഒരു അപ്രമാദിത്വം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം. നമ്മളെയും ആ ഒരു ഫ്രീഡത്തിലേക്ക് നമ്മളെ വിടുക, നിർബന്ധിച്ചെടുക്കുകയല്ല. നിനക്കിത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. രക്ഷ നിന്റെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താണ് ആ രക്ഷ? എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കുരിശിൽ കർത്താവ് ചോര ചിന്തി നിനക്ക് വേണ്ടി നിത്യത ഒരുക്കിയ രക്ഷ. ഈ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ മൊത്തം വെച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു ഇസങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കും മീഡിയകൾക്കോ ഇക്കണോമിക്കോ ബാങ്ക് ബാലൻസിനോ ഏതെങ്കിലും മെഡിസിനോ ഒന്നും തരാൻ പറ്റാത്ത രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, അത് തരും എന്നല്ല, അത് കാണിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്ലീസ്, അത് ഈ സാംസ് എൻഡ്സ് വിത്ത് അനദർ ഇൻവിറ്റേഷൻ. തുടങ്ങിയതൊരു ഇൻവിറ്റേഷനാണ്, ഇത് തുറക്കാനുള്ള ഇൻവിറ്റേഷൻ. അവസാനിക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ് ഈ രക്ഷയിലേക്ക് കടന്നു വരാനുള്ള ഇൻവിറ്റേഷൻ. ഈ ഭൗതിക ആത്മീയ രക്ഷ അവൻ നമുക്ക് തരുന്നത് നിത്യരക്ഷ, വിലമതിക്കാനാകാത്ത സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം എന്തിനാ പ്രൊട്ടക്ഷൻ തരുന്നത്? കാരണമുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? വെളിപാട് പുസ്തകത്തിൽ 3:1 പറയുന്നു, നിന്റെ കിരീടം നഷ്ടമാകാതിരിക്കാൻ നീ തന്നെ അത് സൂക്ഷിക്കുക. പാട്ടുകാരൻ ഇങ്ങനെ പാടി: മണ്ണേ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യരക്ഷയാകുന്ന സമ്മാനം നേടാൻ വേണ്ടി ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും തരാമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഈ സങ്കീർത്തനം ഞങ്ങളുടെ പ്രാർത്ഥനയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇതിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന താക്കോൽ ഞങ്ങൾ ഉപയോഗിക്കാനും ഇതിൻ്റെ അവസാനം പറയുന്ന ഇൻവിറ്റേഷൻ ആകുന്ന അങ്ങയുടെ പരിപൂർണ സംരക്ഷണത്തിലും രക്ഷയിലേക്കും നിത്യതയിലേക്കും കടന്നു വരാനുള്ള ആ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.